മണം പോണില്ലല്ലോ. മാമ ഇവിടെ ഉണ്ടായിരുന്നോ? മാമ, എനിക്കിത്തിരി മോരും വെള്ളം സംഘടിപ്പിച്ചു തരുമോ? ഇന്നലെ ന്യൂ ഇയറിൻ്റെ ആഘോഷമല്ലായിരുന്നു, ഇത്തിരി ഓവറായിപ്പോയി. ഇപ്പോഴാണ് ബോധം വന്നത്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ വിറക് പോലെയല്ല, അവിടെ എപ്പെത്തി എങ്ങനെ എത്തിയെന്നൊന്നും എനിക്കറിയില്ല മാമ. കെട്ടിറങ്ങാതപ്പം അങ്ങോട്ട് കയറി ചെല്ലാനും പറ്റൂല. ഇങ്ങോട്ട് വാ. സന്തോഷേ, ഈ ഇന്നലെ ന്യൂ ഇയർ ആഘോഷത്തിന് അടിച്ച് ഫിറ്റായി എന്ന് പറഞ്ഞ് വരെ ശരിയാ. ബാക്കിയുള്ളതൊക്കെ എൻ്റെ പൂസിൻ്റെ പുറത്തുള്ള തോന്നലാ. യഥാർത്ഥത്തിൽ സംഭവിച്ച അതൊന്നല്ല. എന്താ മാമ? ഇപ്പം നിൻ്റെ ശരീരം ഈ ഭൂമിയിലില്ല. ഈ കാണുന്നതേ നിൻ്റെ ആത്മാവാ. അല്ല, എൻ്റെ മണടിച്ച് മാമനും പൂസായോ? അതല്ലടാ മോനെ, ഇന്നലെ രാത്രി അമിതമായി മദ്യപിച്ച് എൻ്റെ ബൈക്കിൽ വരുന്ന സമയത്ത് എതിരെ വന്ന ലോറിക്ക് അടിച്ചിട്ട് ഈ സ്പോട്ടിൽ മരിച്ചുപോയി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എൻ്റെ ബോഡി ഉച്ചക്കാ കിട്ടി. കൂടുതൽ വെക്കാതെ പെട്ടെന്ന് സംസ്കരിച്ച്. അപ്പോൾ മാമ പറഞ്ഞു വരുന്നത് ഞാനിപ്പോൾ ആത്മാവ് മാത്രമാണെന്നാണോ? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. എനിക്കെൻ്റെ ഷീബനെ കാണണം, മോളെ കാണണം. കാണാം, പക്ഷെ അവർക്ക് നിന്നെ കാണാനോ നീ പറയുന്നത് കേൾക്കാനോ പറ്റൂല. എന്നിട്ട് മാമൻ എന്നെ കാണുന്നുണ്ടല്ലോ. വളരെ ചുരുക്കം ആൾക്കാർക്ക് അതിന് പറ്റൂ. എനിക്കെന്തോ അങ്ങനെ പറ്റുന്നുണ്ട്. മോളെ സന്തോഷിപ്പോയി. നീ അതോർത്ത് വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യവും? ഇല്ല, ഞാൻ എവിടെയും പോയിട്ടില്ല. ശിവേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്നോടൊന്ന് സംസാരിക്കേ. മോളെ, അച്ഛൻ ഇവിടെ ഉണ്ട്. മാമ. ഏട്ടാ, ഈ പറയുന്ന ഒരു കേൾക്കൂല, തന്നെ ഒരു കാണിയില്ല. ഈ ആത്മാവല്ലേ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല മോളെ, ആമൻ ഓരോ ടെൻഷനല്ലേ. മോള് വിഷമിക്കരുത്, ആമൻ അത്രേ ഉള്ളൂ. എനിക്കൊരു വിഷമമില്ലേ മാമ. ഏട്ടനായിട്ട് വരുത്തി വെച്ചതല്ലേ. ആഘോഷങ്ങളൊക്കെ വേണം, പക്ഷെ ഏട്ടൻ ഒന്നിനൊരു അതിരില്ലായിരുന്നു. ഏട്ടൻ ഞങ്ങളെ സ്നേഹമൊന്നും വേണ്ടായിരിക്കും, അതാ. മാമ, എനിക്കിനി അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ പറ്റൂലേ?